+2 അവസാനിക്കാൻ പോകുമ്പോൾ രണ്ട് വിഷമം മാത്രം നിങ്ങൾക്ക്. ഒന്ന്, മാർക്കില്ലെങ്കിൽ പാസ്സായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? രണ്ടാമത്തത്, ഫ്രണ്ട്സിനെ പിരിഞ്ഞു പോകണമല്ലോ. പക്ഷേ ചില കൂട്ടം ഫ്രണ്ട്സ് അവർ വിചാരിച്ച കോളേജിൽ വിചാരിച്ച കോഴ്സിൽ ഇനിയും ഒരുമിച്ച് പഠിക്കും. എൻ്റെ നാട്ടിലുണ്ടടാ കുറച്ച് കുട്ടികൾ, അവർ 10ാം ക്ലാസ്സിൽ 10A+ ആയിരുന്നു, +2 മാർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ രണ്ട് കാര്യം, ഒന്ന് ഫ്രണ്ട്സിനെ പിരിയാനുള്ള സംഭവം, രണ്ടാമത്തെ ഈ കാര്യം. ഞാൻ ഈ രണ്ടാമത്തെ മാർക്കില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോട്ടെ. മാർക്കില്ലാത്ത വരുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പോട്ടെ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആരോരു തിരിഞ്ഞു. കാരണം ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു പ്രത്യേകത ഉണ്ട്, അഭിമാനം വിട്ട് കളിക്കണം എന്നില്ല. കാരണം അവരെ ജനങ്ങൾക്കാണല്ലോ അവരുടെ അടുത്ത് പൈസ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ അവസ്ഥ. ചിലപ്പോൾ ഒരു നേരം കറണ്ട് ബില്ല് അടക്കാൻ കഴിയാത്ത എത്രയോ വീടുകൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഈ കുട്ടികൾ മക്കളെ +2 കഴിഞ്ഞാൽ നല്ലൊരു കോളേജിൽ പഠിക്കണമെങ്കിൽ എത്രയാണെന്നറിയോ ഫീസ് വരുന്നത്? 2000 അല്ല, 20,000 അല്ല, 2 lakhിൻ്റെ മേലേക്ക് നിങ്ങൾ കൊടുക്കണം. 2 ലക്ഷത്തിൻ്റെ മേലേക്ക് നിങ്ങൾ കൊടുക്കണം. +2 എക്സാം, മോഡൽ എക്സാം നടന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി, ക്വസ്റ്റ്യൻ ടഫ് ആവാൻ തുടങ്ങി. ഇനി പബ്ലിക് എക്സാമിന് പറയാൻ പറ്റില്ല, നമുക്ക് ഈസി ആവട്ടെ എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈസി ആയാൽ അത്രയും നല്ലത്. പക്ഷെ നമുക്ക് തോന്നുന്നില്ലടാ ഈസി ആവുമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് റാപ്പിഡ് റിവിഷനാണ്. വെറും 699 രൂപക്കാണ്. വെറും 699 രൂപ മക്കളെ 3 ഷവായ കഴിക്കുന്ന അല്ലെങ്കിൽ 3 മന്തി കഴിക്കുന്ന പൈസ മാത്രമേ ഉള്ളടാ. 3 മന്തി അൽഫാം കഴിക്കുന്നത്. നമ്മൾ എത്രയോ മന്തി അൽഫാം കഴിച്ചിട്ട് നമ്മൾ ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ പൈസ ചിലവാക്കുന്നില്ലേ? ഇതൊരു ദിവസത്തെ സന്തോഷമല്ലടാ. ഏറ്റവും നല്ല കോളേജിൽ പഠിക്കാന്ന് പറയുമ്പോൾ കോളേജ് എവിടെയാണ്? ബസ്സിൽ കയറുമ്പോൾ മോൾ എവിടെയാണ്, മോൻ എവിടെയാണെന്ന് നമ്മുടെ അമ്മമാരോട് ചോദിക്കുമ്പോൾ കോളേജിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന നമ്മുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ഓർക്കണം. റിസൾട്ട് വരുമ്പോൾ ഇനി അവരോട് പറയാൻ കഴിയണം, അമ്മ അച്ഛ നിങ്ങൾ എനിക്ക് വേണ്ടി പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല, എനിക്കിതാ നല്ല മാർക്കുണ്ട്, ഞാൻ ഇന്ന കോളേജിലാണ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം ചിലപ്പോൾ അച്ഛൻ അറിയില്ല ആ കോളേജിനെ പറ്റിയെന്ന്. അപ്പോൾ ചോദിക്കും, മോളെ ഇത് നല്ല കോളേജ് തന്നെയാണോ? മോനെ നല്ല കോളേജ് തന്നെയാണോ? നല്ല ഇതൊക്കെ കിട്ടും, സ്കോപ്പൊക്കെ ഉണ്ടാവും, അവിടെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുക, നിങ്ങൾ അവരെ വിളിക്കേണ്ടത് എന്തിനു മാത്രമെന്നറിയോ? അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു, അവിടെ വരണം, അവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ രക്ഷിതാവെന്നുള്ള നിലയിൽ നിങ്ങൾ വരണം, അതിന് മാത്രമേ വിളിക്കാനുള്ള അവസരം എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സീറ്റ് കിട്ടാതെ അച്ഛാ എനിക്ക് 2 ലക്ഷം രൂപയാണ് അവിടെ ഫീസ് വയ്ക്കുന്നത്, ഇപ്പുറത്തെ 3 ലക്ഷം രൂപ അച്ഛനിങ്ങനെ തരും. അവർ തരും, എങ്ങനെയെങ്കിലും തരോടാ അവരെങ്ങനെ തരും. പക്ഷെ തലയിൽ ഇങ്ങനെ കൈവച്ചിരിക്കും. തലയിൽ ഇങ്ങനെ കൈവച്ചിരുന്നിട്ട് അവരിങ്ങനെ ഓരോ ദിവസങ്ങളും ഉറക്കമുണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് അവൻ എന്നോട് ഇന്ന കോഴ്സാണല്ലോ പഠിക്കാൻ പറഞ്ഞത്, ഞാൻ എവിടുന്നാണ് എടുത്തു കൊടുക്കുക പൈസ? അച്ഛൻ്റെ തല ഇങ്ങനെ പെരുക്കും. ജോലിക്ക് പോകുമ്പോൾ ആരോടെങ്കിലും കടം ചോദിക്കോളാ. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ അവസ്ഥയാണ് പറയുന്നത്. ഞാനൊക്കെ അനുഭവിച്ചു വന്ന അവസ്ഥയിലൂടെയാണ് ഞാൻ ഈ പറയുന്നത്. മക്കളെ ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി രക്ഷിതാവ് ഉറക്കമൊഴിച്ച് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇനി എന്താവും അവൻ്റെ ഭാവി. അവനക്ക് ഗവൺമെൻറ് സീറ്റില്ല, പ്രൈവറ്റിലാണെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്നു. ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കാനാണ്? മക്കൾ അത് വരുത്താതിരിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ റാപ്പിഡ് റിവിഷൻ വെറും 699 ഉള്ളൂ. 699 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ചെയ്യാം. മെൻറ്റർഷിപ്പുകൾ, ഡൗട്ട് ക്ലിയറൻസ്, പിന്നെ അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ലൈവുകൾ എങ്ങനെ പബ്ലിക് ലൈവുകളല്ല. പബ്ലിക് ലൈവ് മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, A+ലേക്ക് എത്താൻ കഴിയില്ല, ഫുൾ മാർക്കിലേക്ക് എത്താൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് റാപ്പിഡ് റിവിഷൻ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ. ഇത് അവസാനത്തെ യാത്രക്കാരാണ് നിങ്ങളും, അവസാനത്തെ ബസ്സാണെന്നും കൂടി വിചാരിക്കുക. ഈ ബസ് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ യാത്രക്കാരെ കയറ്റുമില്ല. ഇനി അതുമാത്രമല്ല, ഇനി നിങ്ങൾക്കൊരു ബസ് വരാനുമില്ല. മക്കൾ ഇത് അവസാനത്തെ ബസ്സാണ് റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്ക് വാങ്ങാടാ, നമ്മൾ കൂടെ തന്നെ ഇല്ലടാ. നമ്മൾ മനുഷ്യന്മാർ വിചാരിച്ചാൽ നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മനുഷ്യന്മാരാണ് അവിടുത്തെ ഏറ്റവും വലിയത്. വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മുടെ ദൈവം തന്നെ പറയുന്നത് മനുഷ്യനെയാണ്. മനുഷ്യർക്ക് എല്ലാ കഴിവുകളും കൊടുത്തിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചുള്ളത്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതിയെന്നാണ്. നിങ്ങളിപ്പോൾ ഉപയോഗപ്പെടുത്തുക, ഇല്ലെങ്കിൽ നഷ്ടമായിരിക്കും, ഖേദിക്കേണ്ടി വരും. മെയ് 8 തീയതി മെയ് ആ മാസങ്ങളിലാണ് നിങ്ങൾക്ക് റിസൾട്ട് വരാം. ഖേദിക്കാതിരിക്കാൻ ഇപ്പം തന്നെ റാപ്പിഡ് റിവിഷൻ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു.